ഹായ് ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഗാർഡനായിട്ട് വീണ്ടും വന്നേക്കാം നിങ്ങളുടെ മുമ്പിൽ. വേറെ ഒന്നുമല്ല, ഗാർഡൻ കുറച്ച് ദിവസമായി ഞാൻ നോക്കിയിട്ട് ഇടയ്ക്കൊന്ന് ഇതിലേക്ക് റൗണ്ട് അടിച്ച് കുറച്ച് പുല്ലൊക്കെ ഇങ്ങനെ പറിച്ചൊക്കെ കളയാറുണ്ട്. പക്ഷേ കുറച്ച് ദിവസമായിട്ട് അതിനൊന്നും നടന്നില്ല. വൈകുന്നേരങ്ങളിൽ നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ഉള്ള കാരണം അവിടെ പോകണം. കുറച്ച് ദൂരമുണ്ട് ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. ധനിയുടെ ഡാൻസ് ക്ലാസ് ഇവിടെ നിന്ന് ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും രാത്രിയാവും. അപ്പോൾ അതുകൊണ്ട് ഗാർഡനൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ കുറച്ച് നേരം നമുക്കൊരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ നിറച്ച് പച്ചയാണ്. പച്ചയെന്ന് പറഞ്ഞാൽ പുല്ലാണ്, നിറച്ച് പുല്ലാണ്. അപ്പോൾ അത് പിന്നെ അതുമല്ല, ഇടക്കിടക്ക് മഴയുണ്ട് ഇവിടെ. ചില ചട്ടികളിലൊക്കെ ഇപ്പോഴും വെള്ളം പോയിട്ടില്ല. രാത്രി മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ മാറിയിട്ട് ക്ലീനിങ്ങൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്താണ്, ഇവിടെ കുറച്ച് ബീൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്, വഴുതന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻജോയ് ചെയ്യാം. ആദ്യം ഞാൻ എൻ്റെ എന്താ പറയുക, ബ്രിഞ്ചാൾ, കുറേ ബ്രിഞ്ചാളുണ്ടായിരുന്നു കേട്ടോ. ഞാനതൊക്കെ എടുത്തു, കറി വെച്ചു, മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടാ. ഇത് ചെറുതാണ്, ആയി വന്നേ ഉള്ളൂ. ഇവിടെയുണ്ട്. പടന്ന് നിൽക്കുക. ആകെ ഒരു തയ്യാണത് സംഭവം, പക്ഷേ നിറയെ പടന്നിട്ടുണ്ട് ഇങ്ങോട്ട്. അപ്പം ഞാൻ ഇന്നലെ 2-3 ഞാൻ എടുത്തായിരുന്നു, നല്ല വലുത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയപ്പോൾ. അപ്പം ഞാനത് കണ്ടപ്പോഴാണ് അതിൻ്റെ ഇടയിൽ മുളകും തൈ നിൽക്കണം. അതിലും ഇതുപോലെ നിറച്ച് മുളകുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ എടുത്തായിരുന്നു കുറച്ച്. ഇപ്പം ഇന്ന് ഞാൻ കാണാണ്ട് ഒളിച്ച് കിടപ്പുണ്ട് കുറച്ചെണ്ണം. പക്ഷെ എന്താണെന്നാ, ഇതിൻ്റെ അടിയിൽ, ഈ ഇലയുടെയൊക്കെ അടിയിൽ നിറച്ച് വെള്ള പ്രാണി വന്നിരിക്കുക. അപ്പോൾ അതെല്ലാം സക്ക് ചെയ്ത് എടുക്കും. കാണാൻ പറ്റണ്ടോ നിങ്ങൾക്ക്? കണ്ടോ? അത് മുളകും തൈയിലാണ് കൂടുതലും ഇത് വന്നത്. പിന്നെ ചില ചെടികളിൽ വരും. അപ്പോൾ അത് പക്ഷെ കായ ഉണ്ടാവുന്നുണ്ട്. സാധാരണ ഇത് കായൊക്കെ ഇങ്ങനെ സക്ക് ചെയ്ത് വലിച്ചു കുടിക്കും. പക്ഷേ ഇത് മുളകായതുകൊണ്ടായിരിക്കും, എരിയണോണ്ടായിരിക്കും അങ്ങനെ അങ്ങോട്ട് ഇലയൊക്കെ കടിച്ച് തിന്നാൻ തോന്നുന്നത്. കണ്ട പ്രാണി പറക്കണുണ്ട് അതുമേന്ന് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ. ഇത് നമുക്ക് ചൊറിയും കേട്ടോ, നമ്മുടെ സ്കിന്നൊക്കെ ഇതാവും, ചൊറിഞ്ഞു വരും. അപ്പോൾ ഗാർഡനിൽ എപ്പോൾ ഇറങ്ങുമ്പോഴും എനിക്കിങ്ങനെ ഭയങ്കര ചൊറിച്ചില്ല. ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല, പിന്നെയാണ് ഇത് മനസ്സിലായത്, ഇതിൻ്റെ ഈ വൈറ്റ് പ്രാണി കടിക്കുന്നതാണെന്ന്. പിന്നെ ഒരു കാര്യം കണ്ടോ, മണിത്തക്കാളി എവിടെ? അതാ കണ്ട, നിറയെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇതാ എവിടെയുണ്ട് കണ്ട. മണിത്തക്കാളി. ഇത് ഞാൻ സാധാരണ തക്കാളി കറി വെക്കാൻ വേണ്ടി മേടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് റിമൂവ് ചെയ്ത് വേസ്റ്റിൻ്റെ ഒപ്പം ഇട്ടതാണ്, പച്ചക്കറി വേസ്റ്റിൻ്റെ ഒപ്പേ. പക്ഷെ സംഭവം മുളച്ച് വന്നപ്പോൾ ഇത് മണിത്തക്കാളിയായിട്ടാണ് വന്നേക്കണത്. എന്താണ് അതിൻ്റെ ഗുട്ടൻസ് എന്ന് എനിക്കറിയില്ല. ഇവിടെ മുകളിലൊക്കെ ഉണ്ട് ഓരോ തക്കാളിത്തൈ. എന്താ അതിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനത്ര കെയർ കൊടുത്തില്ല, അതാണ്. അല്ലെങ്കിൽ ഇതിപ്പോൾ നിറച്ചുണ്ടായാൻ. നമ്മുടെ കോവലൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പടന്നിട്ടേ അവിടെ പോയിട്ടുണ്ടായേക്കണത്. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല, ആ മതിലിൻ്റെ മുകളിൽ പോയിട്ടുണ്ടായേക്കണേ. അപ്പോൾ നമ്മുടെ പാവൽ ഞങ്ങൾ വെട്ടിക്കളഞ്ഞു. വേര് വെട്ടിയപ്പോൾ അതെല്ലാം ഉണങ്ങി നിൽക്കുക ഇലയൊക്കെ. എന്ന് വെച്ചാൽ അതിങ്ങനെ കുറേ ഞങ്ങൾ എടുത്ത് കറിയൊക്കെ വെച്ചു, അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുത്തു. പക്ഷേ പിന്നെ ഉണ്ടാവണതൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ മഞ്ഞച്ച് പോവുക, എന്തോ പുഴുക്കേട് പിടിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ വെട്ടിക്കളഞ്ഞു. ഒരെണ്ണം പോലും നല്ലത് ഉണ്ടായില്ല. കുറേ ഉണ്ടായിട്ടോ, അത്യാവശ്യം ഞങ്ങൾക്ക് കിട്ടി. ഞാൻ കുറേ എടുത്ത് ഇങ്ങനെ വട്ടം അരിഞ്ഞ് ഫ്രൈ ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ അടുത്ത വീടുകളിലൊക്കെ കൊടുത്തു. തൊട്ടിപ്പുറത്ത് 2 സൈഡിലും വീടുണ്ട്, മുകളിൽ വീടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുത്തു, ധനിയൊക്കെ കൊടുത്തു, അങ്ങനെ എല്ലാവർക്കും തന്നെ കൊടുത്തു. ഇതാ നമ്മുടെ ബീൻസ്.
കാണാമോ ബീൻസും ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ പിള്ളേർക്ക് എഗ് റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ബീൻസും ക്യാരറ്റും ഒക്കെ ഇടും. അപ്പോൾ അത്യാവശ്യം എനിക്ക് കിട്ടുന്നുണ്ട് ഇടാനായിട്ട്. ഒരു തയ്യേ ഉള്ളൂ, പാവം. എനിക്ക് അതിനോട് സങ്കടം തോന്നുന്നു. ഈ ഒരു തൈയുണ്ട്, അത് ഇഷ്ടംവരെ കായ പിടിപ്പിച്ച് തന്നെയുണ്ടല്ലോ നമുക്ക് വേണ്ടിയിട്ട് അല്ലേ. ഇങ്ങനെ സ്വന്തം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷമാണല്ലോ. ഞാനത് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്, അത് ആ സന്തോഷം. ഇതിങ്ങനെ പറിക്കുമ്പോഴും ഒക്കെ. പിന്നെ അതായി ഇത് ഞാനിങ്ങനെ കൊമ്പ് വെട്ടാമെന്ന് വിചാരിക്കും പൂ കഴിഞ്ഞിട്ട്. പക്ഷെ എന്തേതാ പൂ കഴിയുള്ള പൂ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നിറയെ ഉണ്ടാവുന്നുണ്ട്. ഒരു ചട്ടിയിലാണ് നട്ടേക്കണേ. മിക്കവാറും എല്ലാ ചട്ടിയിലും പുല്ലുണ്ട് കേട്ടോ. നമുക്ക് പുല്ല് കൊണ്ട് ഒരു രക്ഷയില്ല, എത്ര പറിച്ചാലും പുല്ല് വരിക. റോസയൊക്കെ ഇങ്ങനെ പ്രാണി അതിൻ്റെ റോസമേലുള്ള പ്രാണി ശല്യം കുറഞ്ഞു, എന്നാലും ഉണ്ട്. ഇതുണ്ട, ഇതിന് പറ്റിയ മെഡിസിൻ എന്താണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാണാമോ, ആ പ്രാണി ഇരിക്കുന്നുണ്ട് അവിടെ. കാണാമോ നിങ്ങൾക്ക്? ഇതാ ഇവിടെയുണ്ട്, ഇതാ ഈ തണ്ടയിലൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ ക്ലിയർ ആവണില്ല, വെയിലുള്ള കാരണം തോന്നുന്നു ക്യാമറയിൽ ക്ലിയർ ആവണില്ല. ഇതാണ് ആ പ്രാണി. അതിങ്ങനെ ഇരുന്ന് അതിൻ്റെ സ്റ്റെമ്മിൽ നിന്ന് എല്ലാ വെള്ളമൊക്കെ സക്ക് ചെയ്ത് കുടിക്കും. എന്നിട്ട് ആ സ്റ്റെം അങ്ങാടെ ഉണങ്ങി പോകും. അങ്ങനെയാണ് സംഭവിക്കണേ. അപ്പോൾ അതിനെന്താ മരുന്നെന്നുള്ളത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എൻ്റെ കമൻസിലൊന്ന് ഇടണം കേട്ടോ. പാവലൊക്കെ ഇങ്ങനെ കരിഞ്ഞു, ഞാൻ വെട്ടിക്കളഞ്ഞല്ലോ അതിൻ്റെ വേര്. എന്താ ഇങ്ങനെ പഴുത്ത് പോലെ വരികയാണ്. ഇത് കേടാണ് ശരിക്കും, കറി വെക്കാൻ പറ്റില്ല നമുക്ക്. പാഷൻ ഫ്രൂട്ട് പടത്തുന്നുണ്ട്, പടന്ന് മുകളിലേക്ക് കയറിയിട്ടില്ല. അത് നമ്മൾ ചട്ടിയിലായതുകൊണ്ടാണ് തോന്നുന്നു മുകളിലേക്ക് വരുന്നില്ല. ഇനി അത് താഴെ നടണം. എനിക്കത് താഴെ നടാൻ ഇൻട്രസ്റ്റ് ഇല്ല. താഴെ നട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഭയങ്കരമായിട്ട് പന്തലുണ്ടല്ലോ, നമുക്കിവിടെ വെയിൽ കിട്ടില്ല. അതും ഒരു പാടാണ്. അതുപോലെ ഞാനങ്ങനെ ചട്ടിയിൽ തന്നെ നട്ടേക്കുക. ഇതൊക്കെ ഞാൻ പുതിയ പ്ലാന്റ്സ് മേടിച്ച് പിന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് ചട്ടി എനിക്ക് ചട്ടി അങ്ങനെ അഴുക്കാണ് ഇഷ്ടമല്ല, മണ്ണൊക്കെ പിടിക്കണതേ. അതാണ് ഞാൻ ഈ അരവലയെ തല്ലി വെച്ചേക്കുക. ഇത് തന്നെ വഴക്ക് പറയും, അവിടെ ഇരിക്കാനുള്ളതല്ലേ, എന്തിനീ ചട്ടിയൊക്കെ കയറ്റി വെച്ചേക്കുന്നത്. അത് പക്ഷേ ഞാൻ ചട്ടിയൊക്കെ കയറ്റി അങ്ങനെ വെച്ച് അത് കാണും. എനിക്കങ്ങനെ ഇത് കണ്ട് ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സൈഡിലൊക്കെ ഉണ്ട്. ഇത് വാത്സം കേട്ടോ. വാത്സം ഞാൻ വിത്ത് പാകി മുളപ്പിച്ചേക്ക്. ഇനിയത് ഓരോ ചട്ടിയിലാക്കണം. സമയം കിട്ടിയില്ല. നമ്മൾ അന്ന് മേടിച്ച ഓർക്കിഡാണേ. എന്താ ഇതുവരെ വാടിയിട്ടില്ല കേട്ടോ. ഓർക്കിഡ് ഇങ്ങനെ നിൽക്കുമെന്ന് തോന്നുന്നു മാസങ്ങളോളം. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്, അത് കുറച്ച് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം മേടിച്ച 3 മേടിച്ചായിരുന്നു. ബിഗോണിയ എന്നാണ് പറയണേ അതിന്. അത് പക്ഷേ ബാക്കിയൊക്കെ അങ്ങനെ ചീഞ്ഞു പോയി, എന്താണെന്നറിയില്ല. ഇത്ത വെള്ളത്തിൻ്റെ ആണോ എന്താണെന്നറിയില്ല. പക്ഷെ അതൊരെണ്ണം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ആ പണ്ടപ്പള്ളിയിൽ നിന്ന് ഓരോ കൊമ്പ് കടിച്ചുണ്ടാകുന്നതാണ്, പിടിച്ചിട്ടുണ്ട്. ചെറിയ ചട്ടിയിലാട്ടെ, ഇനി അതൊക്കെ വലിയ ചട്ടിയിലാക്കണം. ഇതുണ്ട്, ഇവിടെയൊക്കെ പുല്ലാണ്, നിറച്ച് പുല്ല് കളയാനായിട്ട് മരുന്നൊക്കെ ഉണ്ട് എന്ന് കേട്ടു. പക്ഷെ മരുന്നടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൻ്റെ ഒരു ഗുണം പോവില്ലേ. അത് കാരണം എനിക്ക് അത് തളിക്കാനൊരു താല്പര്യമില്ല. മണ്ണ് കണ്ടില്ലേ, ഇതുപോലെ വളക്കൂറുള്ള മണ്ണല്ലേ, അത് നമ്മൾ നശിപ്പിക്കരുതല്ലോ. കുറച്ച് പുല്ല് മുളച്ചാലും കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ ഒരു 2 വഴുതനങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കൂടി കഴിക്കാനുള്ളത് ഉണ്ടാക്കാമല്ലോ. വഴുതന, ബീൻസ്, തക്കാളി, സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ തക്കാളിയൊക്കെ. അപ്പോൾ ഞാൻ പറയണ എല്ലാവരും ഇതുപോലെ ചെയ്യണമെന്ന് പറയണേ. മുറ്റത്ത് ഇപ്പോൾ ഫ്രണ്ടിലായാലും ബാക്കിലായാലും ഒക്കെ 2 കട വെച്ചാൽ മതി. നമുക്ക് നമ്മുടെ പിള്ളേർക്ക് വിഷമില്ലാത്ത പച്ചക്കറി എടുക്കാം അല്ലേ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. നമ്മൾ ഈ വിഷമൊക്കെ തിന്നണേലും നല്ലതല്ലേ. ഈ ചെടി ഇത് ഇനി
വരാനുണ്ട്. ഇതിങ്ങനെ ചട്ടി നിറച്ച് കവർ ചെയ്ത് വളരും. ഇത് ഞാൻ നാട്ടിൽ നിന്ന് ചുറ്റുവട്ടത്തുനിന്ന് കൊണ്ടുവന്നതാണ്. രാഗിയുടെ കളക്ഷനാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ ഇതാണ് എൻ്റെ ഗാർഡൻ. അപ്പോൾ മറക്കാതെ എല്ലാവരും വെജിറ്റബിൾസ് പറ്റുന്നതൊക്കെ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. ഇതുപോലെയൊക്കെ റോസ ഞാൻ ഒടിച്ച് നട്ടേക്കണതാണ്, പിടിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഗാർഡൻ.